ആദ്യമായിട്ട് അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുകയാണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുസ്ലിമാക്കുകയും അതേപോലെ തന്നെ ആ കാര്യങ്ങൾ മനസ്സിലാക്കി അത് വഴി മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അത് നമുക്ക് തരിക എന്നുള്ളത് വലിയ നിഅമത്താണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പോ ആ വിഷയത്തിൽ അത് പഠിക്കാനും മനസ്സിലാക്കാനുള്ള തൗഫീഖ് തന്ന അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഈ വിഷയത്തിൽ ഞാനുമായി സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയുകയാണ്. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുസ്ലിമാക്കി എന്നുള്ളത് ആ നിഅമത്ത് അതിന്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യും. കാരണം ഈ നിഅമത്ത് എത്രയോ വലിയ നിഅമത്താണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അത് ഈ ദീനുൽ ഇസ്ലാമിലൂടെ മാത്രമാണ്. നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറഞ്ഞത്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നിനെയും മനുഷ്യനെയും സൃഷ്ടിച്ചത് എന്തിനാണ്? അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാനാണ്. അത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം. അത് മാത്രമല്ല എന്താണ്, നമ്മൾ ശിർക്ക് വരാത്ത രീതിയിലായിരിക്കണം അത് ഉണ്ടാകേണ്ടത്. അപ്പോ വലിയൊരു നിഅമത്താണത്. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എന്തിനാണ് സൃഷ്ടിച്ചത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത്. ലോകത്തുള്ള ആളുകൾ പലരും സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം മനസ്സിലാക്കാതെ അലഞ്ഞടക്കുകയാണ്. പലരും പല രീതിയിലുള്ള വഴികൾ തേടുകയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ വഴി കാണിച്ചു തന്നു. അതിന് നമ്മൾ അള്ളാഹു ശരിക്കും ശുക്ർ ചെയ്യേണ്ടതുണ്ട്. ഈ വഴി ഇത് എന്താണ്? ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഴിയാണെന്നുള്ളതാണ്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായിട്ടുള്ള മതം, ധർമ്മം, ദീന് അതെന്താണ്? ഇസ്ലാമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖിന് വേണ്ടി നമ്മൾ അള്ളാഹിനോട് ചോദിക്കേണ്ടതുണ്ട്. ഈ വഴിയിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു പോയാൽ അതിന്റെ അപകടം എന്താണ്? അവൻ നഷ്ടക്കാരിൽ പെട്ടുപോകുമെന്നുള്ളതാണ്. അത് സൂറത്തുൽ അസ്റിൽ നമ്മൾ മനസ്സിലാക്കിയ പോലെ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൂ ബിൽ ഹഖ് വതവാസൂ ബിസ്സബ്ർ. ഇവിടെ ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമും അമലും ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൂ ബിൽ ഹഖ് വതവാസൂ ബിസ്സബ്ർ ഈ രീതിയിലുള്ള ആളുകൾ നഷ്ടക്കാരിൽ പെടുന്നു എന്നുള്ളത് സൂചിപ്പിക്കുകയാണ്. കാലം വെച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നഷ്ടക്കാരിലാണെന്ന് പറഞ്ഞ ആളുകളിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പെടാൻ പാടില്ല, പെടാതിരിക്കണം. അപ്പൊ അതിനെന്ത് വേണം? ഇവിടെ സൂചിപ്പിച്ചത് ഒന്ന് ഇല്ലല്ലദീന ആമനു. നഷ്ടക്കാരിൽ പെടാത്ത ആളുകൾ ആരാണ്? ഇല്ലല്ലദീന ആമനു, ഈമാന്റെ ആളുകൾ. ഈമാനും വഅമിലുസ് സ്വാലിഹാത്തി, അമാലു സ്വാലിഹാത്ത്, നല്ല സൽപ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ, അവരല്ലാത്തവർ നഷ്ടക്കാരിലാണെന്നാണ് പറഞ്ഞത്. അതിൽ നമ്മൾ പെടാതിരിക്കണം. തവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഹഖ് കൊണ്ട് തവാസി ബിൽ ഹഖും തവാസി ബിസ്സബ്ർ, സബർ കൊണ്ടും പരസ്പരം ഗുണദോഷിക്കുന്ന ആളുകൾ, ഈ ആളുകളല്ലാത്തവർ നഷ്ടക്കാരിലാണ്. അപ്പൊ ഇതിൽ എന്തൊക്കെ പെട്ടു? ഇൽമ്, അല്ലാഹുവിനെ പറ്റി മനസ്സിലാക്കുകയും അവന്റെ ദീനിനെ പറ്റി മനസ്സിലാക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി മനസ്സിലാക്കുകയും ഗൈബിയായിട്ടുള്ള കാര്യങ്ങളാട്ടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോകുക. ആ വിഷയമാണെന്ത് ഈമാൻ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ എന്താണ്? ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയ ഒരാള്, ആ ഇൽമ് കിട്ടിയ ഒരാള്, അള്ളാഹിനെ പറ്റിയും ദീനിനെ പറ്റിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയിട്ടും മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ, ആ ദീൻ മനസ്സിലാക്കിയ ആളുകൾ അമലുകൾ ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ ദഅവത്ത് നടത്തുക. അതിന്റെ പേരിൽ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും